പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഓമയ്ക്കായ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നുള്ള ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. എന്ത് പേരായാലും ഒരു കുഴപ്പമില്ല, റെസിപ്പിയിലാണ് കാര്യം. അപ്പോൾ എടുത്തേക്കുന്ന ചെറിയ ഓമയ്ക്ക സ്കിന്ന് മുഴുവനും കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരു മൺചട്ടിക്കകത്തോട്ട് അങ്ങോട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 10-20 ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി എത്ര ചേർത്താലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയതും. ഇനി മെയിനായിട്ടും വേണ്ടത് മസൂർ ഡാലാണ്. അതൊരു 100 ഗ്രാം നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അങ്ങോട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതോടൊപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ഇട്ട് കൊടുത്തേക്കുന്നത് ഓമയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വരും. അതൊക്കെ ഇത് പറഞ്ഞ സമയം കൊണ്ട് തന്നെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കടുക് വറുത്താണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 2-3 ചെറിയുള്ളിയും വറ്റൽമുളകും കുറച്ച് കടുകൂടെ അങ്ങോട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലും കൊണ്ട് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിന് കടുക് വറുത്തോടെ റെഡിയായി. ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓമയ്ക്കായ പരിപ്പൂരി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും. ഈ സംഭവം ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കണം. ഒരു കഷ്ണം മീൻ വറുത്ത് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം പൊളി. ഇങ്ങനെ അങ്ങോട്ട് കോരി എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീട്ടിൽ ഓമയ്ക്കായ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓമയ്ക്കയുടെ മറ്റു പേരുകൾ താഴെ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത്. നല്ലൊരു കിട്ടിക്കാച്ച് വീഡിയോസിനോട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.